ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രോസറി ബിസിനസ്സെ പറ്റി. കുറച്ച് മാത്രം ഒരു ഇൻട്രൊഡക്ഷനും ഒരേ ഒരു വരുമാനത്തെ പറ്റി മാത്രം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് തേർഡ് വരുമാനത്തെ പറ്റി പറയാനാണ് ഇന്ന് വന്നേക്കുന്നത്. ഇന്നലെ പറഞ്ഞതിന് കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പുറം അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ഇന്നലെ ഗ്രോസറി ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊബൈലിനൊരു ചായ്വുണ്ടല്ലേ, എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇൻകം നമുക്ക് ആറ് ടൈപ്സ് ഓഫ് ഇൻകമാണ് നമുക്കിതിൽ കൊടുക്കുന്നത്. ബാങ്കിങ് റിവാർഡ്, ഡയറക്റ്റ് ഇൻകം, പെർ മാച്ചിങ് ഇൻകം, ലെവൽ ഇൻകം, ബാങ്കിങ് അവാർഡ് റാങ്കിങ് അവാർഡ് ആൻഡ് ഗ്ലോബൽ ക്യാഷ് റിവാർഡ്. കുറച്ച് സ്റ്റൈൽ കാണിച്ചതാണ് സ്വതപ്പി. എന്നിട്ട് നമ്മുടെ വരുമാനങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത്, നമ്മൾ പ്രൊമോട്ടറായിട്ടാണോ, ഇൻവെസ്റ്റർ, പ്രൊമോട്ടർ, വർക്കിംഗ് പാർട്ട്ണർ, ഏതായിട്ടാണെങ്കിലും നമുക്ക് ബിസിനസ്സിൽ എൻ്റർ ആകാം. അതിൻ്റേതായ രീതികളും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് പാക്കേജ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. 12 പാക്കേജ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് അതനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിങ് റിവാർഡിനെ പറ്റി നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 300% നമുക്ക് കിട്ടും. $100 നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 300% എന്ന് പറയുന്നത് $300 നമുക്ക് 1000 ദിവസം കൊണ്ടാണ് നമ്മുടെ കണക്ക് പറയുന്നത്. 1000 ദിവസം കൊണ്ട് നമുക്കത് കിട്ടുക. അതിന് ലീവ്, ഗവൺമെൻറ് ഹോളിഡേ, അവധികൾ, ശനി ഞായർ ഒന്നുമില്ല. പിന്നെ അത് ആഴ്ചയിൽ 7 ദിവസം നമുക്ക് നമ്മുടെ വരുമാനം കിട്ടുന്നതായിരിക്കും. അടുത്ത് നമ്മുടെ ബാങ്കിങ് റിവാർഡ് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അടുത്ത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡയറക്റ്റ് ഇൻകവും പെയർ മാച്ചിങ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും രണ്ട് വരുമാനം മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. അതിൽ ഡയറക്റ്റിനെ പറ്റി പറയാം. ഡയറക്റ്റ് ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ നേരെ നമ്മൾ കൊടുക്കുന്നതാണ് ഡയറക്റ്റ്. നമുക്കിപ്പോൾ ഞാൻ ബിസിനസ്സിനകത്ത് എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇൻകം നമുക്ക് 5% നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഏത് ലോക്സ് പർച്ചേസ് ചെയ്ത് ഏത് പാക്കേജ് നമ്മൾ പർച്ചേസ് ചെയ്യുകയെന്ന് വെച്ചാൽ ആ പാക്കേജിൻ്റെ 5%, $100 നമ്മളൊരു ഇത് പർച്ചേസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ $5 നമുക്ക് കിട്ടും. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതല്ല, നമ്മളൊരാളെ ഡയറക്റ്റിൽ നമ്മുടെ നേരെ കൊണ്ടുവരുമ്പോൾ, ഡയറക്റ്റായിട്ട് ഒരാളെ നമ്മൾ ബിസിനസ്സിൽ ആഡ് ചെയ്ത് ജോയിൻ ചെയ്യിക്കുമ്പം ആ ആളെ വെച്ച് നമുക്ക് കിട്ടുന്നതാണ്. ആ പുള്ളിക്കാരൻ $100 ബിസിനസ്സിൽ എൻ്റർ ആവുന്നതെന്ന് വെച്ചപ്പോൾ, അപ്പം നമുക്ക് ആ സെക്കൻഡിൽ തന്നെ $5 നമ്മുടെ വരുമാനമായിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ എത്ര പേര് വേണമെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ബിസിനസ്സിൻ്റെ ചാൻസ് കൊടുക്കാം. ഒരു ഡയറക്റ്റ് ഒരാളെ കൊണ്ടുവരുവാണെങ്കിൽ വിത്തിൻ സെക്കൻഡ് ആ പുള്ളിക്കാരൻ്റെ ഫോണിൽ നമ്മുടെ വാലറ്റ് ഓപ്പൺ ചെയ്ത് ബിസിനസ് എൻ്ററായി സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്ന് കാണിക്കുന്ന അടുത്ത സെക്കൻഡ് നമുക്ക് $5 നമ്മുടെ വാലറ്റിൽ വരും. $5 എന്ന് വെച്ചാൽ $100 പർച്ചേസ് ചെയ്യുന്നത് 9,000 രൂപയ്ക്ക് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ ആളെ വെച്ച് നമുക്ക് സ്പോട്ടിൽ തന്നെ 450 രൂപ കിട്ടും. പോരെ? പിന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളും ദിവസം ദൈനംദിന ആവശ്യങ്ങൾ കൂടിക്കൊണ്ട് വരിക. ആവശ്യങ്ങൾ ചിലവുകൾ കൂടുന്നതല്ലാതെ നമ്മുടെ വരുമാനം ഒരു ഫിക്സഡായിട്ട് അതുപോലെ നിൽക്കുക. പിന്നെ എങ്ങനെ നോക്കിയാലും അത് വലിച്ച് നീട്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ ആ ഫിക്സഡെ താണ്ടി നമുക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം മിക്കവാറും ഒരുത്തർക്കും കിട്ടുന്നില്ല. കിട്ടും, പിന്നെ ഒരു 10% ആൾക്കാർ അത് വാങ്ങുമെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഈ വരുമാനം മാത്രമേ ഉള്ളൂ കൂടാത്തത്, ചിലവ് കൂടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ സൈഡിൽ നമ്മുടെ ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്ന് പറയുന്നില്ല, കുറച്ച് നേരം നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ബിസിനസ്സിനായിട്ട് ഒതുക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്ട്രാ ഇൻകം നമ്മുടെ ലൈഫിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്യാഷിന് നമുക്ക് ആവശ്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒരു എമർജൻസി വന്നാൽ എനിക്കിപ്പോൾ നാളെ ഒരു 5,000 രൂപ വേണം. അത് ഇന്ന് എനിക്കറിയാം, നാളെ അത് വേണം, വേറൊരു വഴിയില്ല, അറിയുന്ന വാങ്ങിക്കാൻ പറ്റത്തില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയറാണ് നമ്മുടെ റൂട്ട്.
അപ്പോൾ ബിസിനസ്സിൽ ഞാനുണ്ട്, ബിസിനസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആലോചന വന്നു, ശരി എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആ പുള്ളിക്കാരിയും കൂടെ നമ്മളിതിനകത്ത് ചേർക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ആ ഒരു ഇച്ചിരി വരുമാനം നമുക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും എന്നും പറഞ്ഞ് ആ ആളെ പോയി കണ്ട് സംസാരിച്ച് ബിസിനസ്സിനെ പറ്റി എടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് അവരെ നമ്മളൊരു $1,00,000 ഒരു $1,000 നമ്മളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുകയെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ സ്പോട്ടിൽ തന്നെ നമുക്ക് $50 $5,000 നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പം നമുക്ക് എത്ര ഡയറക്റ്റ് വേണമെങ്കിലും കൊടുക്കാം. എത്ര ഡയറക്റ്റ് കൊടുക്കുന്നോ അതനുസരിച്ച് നമ്മുടെ ടീമും വലുതാവും, നമുക്കും ലാഭം, വരുന്നവർക്കും ലാഭം. അപ്പോൾ ഹാപ്പിയല്ലേ? $100 ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് നമുക്ക് 0.3% ഇന്നലെ പറഞ്ഞേക്കുന്നത്. ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്ന് $100 $0.3 നമുക്ക് കിട്ടും. $0.3 ചെറിയ തുകയാണ്. ചെറിയ തുകയിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനവും ചെറുതായിരിക്കും. അപ്പോൾ ദിവസം നമുക്ക് അതിലൊരു $27 കിട്ടും. അതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ $100 ഒരാളെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് $5 നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. ആ പുള്ളിക്കാരൻ 100ൽ വന്ന് കഴിഞ്ഞിട്ട് ബിസിനസ്, ശരി ഞാൻ ബിസിനസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്നൊരു കോൺസെപ്റ്റിലാണ് വരുന്നത്. വന്ന് ഇഷ്ടപ്പെട്ട് ഓക്കെ ഇത് ബിസിനസ് നല്ലതാണ്, നമുക്ക് ലൈഫ് ചേഞ്ചിങ് ആണ്, ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരുമാനം എക്സ്ട്രാ കിട്ടുമെന്ന് ഒരു ഉറപ്പായി പുള്ളിക്കാരനും ബിസിനസ് ഓക്കെ ആയെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ പുള്ളിക്കാരൻ അവർക്ക് ഡയറക്റ്റായിട്ട് വേറൊരാളെ കൊണ്ടുവരുന്ന ഒരു $100 കൊണ്ടുവരുവാണെങ്കിൽ $5 ആ പുള്ളിക്കാരൻ ഡയറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ഇൻകം. അപ്പോൾ എത്ര ഡയറക്റ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. എത്ര അധികം ഡയറക്റ്റ് വരുവാണെങ്കിലും നമുക്ക് അത്രയും ഇൻകം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ടീമും വളരെ 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 വലുതാവുകയും ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് പെയർ മാച്ചിങ് ഇൻകം. സെറ്റ് ഓക്കെ. പെയർ മാച്ചിങ് ഇൻകം എന്ന് പറഞ്ഞാൽ കമ്പനി കൊടുക്കുന്നത് 5% പെയർ മാച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ പെയർ മാച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ പെയർ മാച്ചിങ് ആയിട്ട് വരുന്നത്. ഈ പെയർ മാച്ചിങ്ങിൽ ഇൻക്ലൂഡ് ആവുന്നത് നമ്മുടെ അപ്ലൈനേഴ്സ് ചെയ്യുന്നവർക്ക്, സെക്കൻഡ് നമ്മൾ ചെയ്യുന്നവർക്ക്, നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ടീം, പിന്നെ നമ്മൾ അപ്ലൈനേഴ്സ്, പിന്നെ നമ്മുടെ ടീം. തേർഡ് പോയിൻ്റ് നമ്മുടെ ടീം എന്തോരം വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഫോളോവേഴ്സ്. ഈ 4 പേരും ചേർന്നുള്ള വരുമാനമാണ് പെയർ മാച്ചിങ് എന്ന് പറയുന്നത്. ഈ പെയർ മാച്ചിങ്ങിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആരെന്നറിയത്തില്ല. ഇപ്പം നമുക്ക് നമ്മളെ അറിയാം, നമ്മുടെ ടീമിൽ ഒരു 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അവരെ അറിയാം. പക്ഷേ ഈ ഫോളോവേഴ്സ് ആരാന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാര്യം അവർ നമ്മുടെ അപ്ലൈനേഴ്സ്, നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് ഉണ്ടല്ലോ, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബിസിനസ്സിൽ കൂട്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് ഈ ഫോളോവേഴ്സ്. അവർ ആരാര് ഏതൊക്കെ ബിസിനസ് എത്ര ലോഗിൽ പർച്ചേസ് ചെയ്ത് നമുക്ക് അകത്ത് വന്നാലും 2 ആയിട്ടാണ് പോയി സപ്പോർട്ട് ചെയ്യുന്നത്. താഴെ 2 ലൈനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്ത ആൾക്കാരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ബിസിനസ്സിനത് സാധകം. ഓക്കെ, നമ്മൾ ബിസിനസ്സിൽ ഇപ്പം ഞാൻ വന്നാലും ശരി, ആര് വന്നാലും ശരി, എത്ര പേര് വന്നാലും ശരി, കമ്പനി നമുക്ക് വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2 റഫറൽ ലിങ്ക് തരും. അത് ഒന്ന് ലെഫ്റ്റ്, ഒന്ന് റൈറ്റ്. ലെഫ്റ്റ് ലിങ്കും റൈറ്റ് ലിങ്ക്, ഇത് 2 ലിങ്കും നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം എന്ന് പറയുന്നത് സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം, നമ്മൾ ഡയറക്റ്റിൽ നിറയെ പേരെ കൊടുത്ത് നമ്മുടെ ടീം ഇച്ചിരി വലിയ ടീമായി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ സൈഡ് എന്ന് പറഞ്ഞ് ഒരേ ഒരാൾ പവറും ബാക്കി എല്ലാം ചേർന്ന് വീക്ക്, അങ്ങനെ 2ആയിട്ട് അത് സിസ്റ്റം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തന്നെ സിസ്റ്റം ആക്കി തരും. നമുക്ക് നമ്മുടെ ഫോണിൽ വരും ഒന്ന് പവർ, ബാക്കിയുള്ളതെല്ലാം വീക്കെന്നും പറഞ്ഞ് വരും. അപ്പോൾ ഈ പവർ സൈഡ് വെച്ച്, ഈ പവർ സൈഡിൽ ബിസിനസ് നിറയെ നടന്നേക്കും. അതുകൊണ്ടാണ് അതിനെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പവറിനെ ഈക്വൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വീക്ക് സൈഡിൽ കുറച്ച് കുറവായിട്ട് നിൽക്കത്തില്ലേ ബിസിനസ്. അപ്പോൾ നമ്മൾ വീക്ക് സൈഡിൽ ഏത് സൈഡിലാണ് വീക്ക് നോക്കി, ലെഫ്റ്റാണോ വീക്ക്, റൈറ്റാണോ വീക്ക് നോക്കിയിട്ട് ആ സൈഡ് ഇപ്പോൾ എനിക്ക് ലെഫ്റ്റിലൊരു $5,000 ബിസിനസ് നടന്നെന്ന് വെച്ചുക്കോ.
അപ്പോൾ റൈറ്റിൽ എനിക്ക് കുറവാണ്. അപ്പം ഞാൻ അടുത്ത ആളെ ചേർക്കുമ്പോൾ ആ റൈറ്റിൽ വേണം കൊണ്ടുവരാൻ. അപ്പം നമുക്ക് ഈ പെയർ മാച്ചിങ് ആയി നമ്മുടെ ഇൻകം ജനറേറ്റ് ആകും. ഓക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമുക്ക് ഈ വരുമാനം കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരാളെ ചേർക്കുന്നു, ഇന്ന് ഒരാളെ ഡയറക്റ്റായിട്ട് $100 കൊണ്ടുവന്ന് എനിക്ക് $5 വിത്തിൻ സെക്കൻഡ് എൻ്റെ വാലറ്റിൽ അപ്പോഴേ $5 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇന്ന് 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 നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നാളെ 24 മണിക്കൂർ കഴിയുമ്പം നമുക്ക് പെയർ മാച്ചിങ് അതേ $5 നമുക്ക് രണ്ടാമത്തെ ദിവസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരാളെ $100 കൊണ്ടുവന്നാൽ നമുക്ക് $10 നമ്മുടെ വരുമാനം എക്സ്ട്രാ. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ നമ്മുടെ ഈ പെയർ മാച്ചിങ് കൊടുക്കുന്ന 5% കൊടുക്കുന്ന ഇതിന് ബൈനറി കീപ്പിംഗ് 20% ഓഫ് ലോഗ് എന്ന് വെച്ചാൽ പാക്കേജുകൾ നമ്മളിപ്പോൾ ഏത് പാക്കേജിലാണോ ഉള്ളത് ആ പാക്കേജിൻ്റെ 20% എന്ന് പറഞ്ഞൊരു കേപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. കേപ്പിംഗ് എന്ന് വെച്ചാൽ ലക്ഷ്മണരേഖ. നമ്മുടെ ബിസിനസ്സിന് നമുക്ക് ബില്ലും ബ്രേക്കും ഇല്ലാതെ ഒരുപാട് ഡോളറിൽ വരുന്നവർക്ക് ഒരുപാട് ശമ്പളം കുറച്ച് വരുന്ന അങ്ങനെ ഒരു ബില്ലും ബ്രേക്കും ഇല്ലാതെ നമ്മൾ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിസ്റ്റം തന്നെ ഒരു ലക്ഷ്മണരേഖ ഇട്ടിട്ടുണ്ട്. അതാണ് കേപ്പിംഗ് സീലിംഗ്. ഓക്കെ. ഇപ്പം നമ്മൾ $25 നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡയറക്റ്റ് കൊണ്ടുവന്നാലും നമുക്ക് $5 മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. 50 ആണെന്നുണ്ടെങ്കിൽ അത് 10, 100 ആണെന്നുണ്ടെങ്കിൽ 20, $1000 നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കേപ്പിംഗ് സീലിംഗ് എത്രയെന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് നമുക്ക് $200 പെർ മാച്ചിങ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിന് മേലെ വന്നേനാൽ നമ്മൾ നമ്മുടെ പാക്കേജ് ഇൻക്രീസ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 200-ന് മേലെ വരുവാന്നുണ്ടെങ്കിൽ അത് വേറെ പോവും. അതുകൊണ്ട് നമ്മുടെ ഒരോലും വെളിയിൽ പോകാതെ ഇപ്പം ഞാനൊരു ഡയറക്റ്റ് കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ എനിക്കറിയാം പുള്ളിക്കാരെ എത്ര രൂപയ്ക്കാണ് ബിസിനസ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് എന്തോ നമ്മളെത്രയിലാണ് ഇരിക്കുന്നത്, നമ്മുടെ പാക്കേജ് എന്തുവാന്ന് ഫസ്റ്റ് നോക്കണം. എന്നിട്ട് നമുക്ക് ശരി ആ വരുന്നവരൊക്കെ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോൾ $25 ഞാൻ ഒരാളെ ആളെ കൊണ്ടുവരുമല്ല, ഞാനാ $25 ഇരിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ 2 പേരെ ഞാൻ ബിന്നും സിന്നും പറഞ്ഞ് 2 പേരെ ഡയറക്റ്റ് കൊടുത്തപ്പോൾ അപ്പം തന്നെ എനിക്ക് 2 പേരുടെ കയ്യിൽ നിന്ന് എനിക്ക് $5 ഡയറക്റ്റ് ഇൻകമായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിറ്റേ ദിവസം എനിക്ക് പെയർ മാച്ചിങ് എങ്ങനെ കയറുന്നതെന്ന് വെച്ചാൽ ഈ 100 കൂടെ മാച്ച് ആവണം. ഈ 100 ഈക്വലായിട്ട് വരുമ്പോഴാണ് എനിക്ക് ഒരു $5 കിട്ടുന്നത്. ഇതിന് 5 അല്ല, ഈ 2 ഈക്വലായിട്ട് എനിക്കൊരു $5. അപ്പോൾ ഡയറക്റ്റ് 5, പെയർ മാച്ചിങ് 5, എനിക്ക് ഇത് വെച്ച് $10. ഇപ്പം വേറെ എന്നാ നമ്മുടെ ബിസിനസ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു സൈഡ് $500 നടക്കുന്ന, ഒരു സൈഡ് $300 നടക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എങ്ങനെ മാച്ചിങ് ആവുന്നതെന്ന് വെച്ചാൽ ഏതാണോ കുറഞ്ഞത് ഈ 300 ആയിരിക്കും നമുക്ക് കുറഞ്ഞത്. അപ്പോൾ ഈ $300 മാച്ചായി നമുക്ക് പിറ്റേന്ന് നമുക്ക് പെയർ മാച്ചിങ് വരും. ബാലൻസ് $200 ക്യാരി ഫോർവേഡ് എന്നും പറഞ്ഞ് നമ്മുടെ വാലറ്റിൽ തന്നെ കിടക്കും. അടുത്ത് നമ്മൾ എപ്പോഴാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്കത് പെയർ മാച്ചിങ് ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് 2 വരുമാനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഡയറക്റ്റും പെയർ മാച്ചിങ്. അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് വളച്ചോടിച്ച് അങ്ങനൊന്നും വേണ്ട. സാധാരണയായിട്ട് പറഞ്ഞാലേ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. അപ്പം ഇനിയും ഉണ്ട് 4, 5, 6 ഇനി 3 ഇൻകം കൂടെ ഉണ്ട്. അത് നാളെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്നെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബിസിനസ് പാർട്ട്നേഴ്സ് ആവാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, ഇമെയിൽ അയയ്ക്കുക. എന്തെന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞു തരും. ഇതിനേക്കാളും വിശദമായിട്ട് ക്ലിയറായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് വിശദമായിട്ടല്ല പറഞ്ഞു തരും, നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലപോലെ ആലോചിച്ച് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. ബൈ.